ടീച്ചറെ നമസ്കാരം. നമ്മുടെ എമ്പുരാൻ സിനിമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള സംഘപരിവാർ വേട്ട നടന്നുകൊണ്ടിരിക്കുകയാണ്. ടീച്ചർ ഇന്നലെ സിനിമ കണ്ടൊരാൾ കൂടിയാണ്. ഈ വിഷയത്തിൽ ടീച്ചറിന്റെ ഒരു പ്രതികരണം എങ്ങനെയാണ്? സിനിമ ഗംഭീരമായി എടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. എല്ലാ അർത്ഥത്തിലും, സാങ്കേതികമായും അതുപോലെ തന്നെ ഇന്ന് കഴിഞ്ഞ കാലങ്ങളിൽ വരെ നമ്മൾ കാണാത്ത വിധത്തിലുള്ള ഒരു സംവിധാന മികവ് ഈ സിനിമയിൽ മൊത്തം നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങൾ ഇന്നലെ സിനിമ കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ മക്കളും അതുപോലെ തന്നെ ഹസ്ബൻഡൊക്കെ ആദ്യത്തെ ദിവസം തന്നെ പോയി കണ്ടിരുന്നു. അപ്പൊ എനിക്കതൊന്ന് നല്ല തിരക്കുള്ള സമയമായിരുന്നു, കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ മാധ്യമങ്ങളിൽ 2 ദിവസമായി വന്നിട്ടുള്ള ഈ സിനിമ വലിയ തോതിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്ന് എതിർപ്പുണ്ടാകുന്നു. ഈ സിനിമയെ റീ എഡിറ്റ് ചെയ്യണം എന്നുള്ള ഇത് വരുന്നു. 10-17 കട്ട് ഇതിൻ്റെ അകത്ത് നടത്തണം എന്ന് പറയുന്നു. അപ്പോ എനിക്കൊരു ആശങ്ക, ഇത് എന്തായിരിക്കും ഇതിൻ്റെ അകത്ത് ഉള്ളത്? അങ്ങനെയാണെങ്കിൽ അത് എന്തായാലും അടിയന്തരമായിട്ട് കാണണമല്ലോ. ഞങ്ങൾ ഇന്നലെ രാവിലെ തുടങ്ങി ബുക്ക് മൈ ഷോയിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരിടത്തും ടിക്കറ്റ് ഇല്ല. ആകെ ഏറ്റവും ഫ്രണ്ട് സീറ്റിൽ 1-2 ടിക്കറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ 4 പേരുണ്ട്, അമ്മയടക്കം കണ്ടിട്ടുണ്ടായില്ല. നോക്കി അവസാനം ചന്ദ്രാപിന്നിയില് ശ്രീമുരുക എന്ന് പറഞ്ഞ ഒരു തിയേറ്ററിൽ മാത്രമാണ് കുറച്ച് ടിക്കറ്റ് കണ്ടത്. ഞാൻ പറഞ്ഞു എന്നാലും സാരില്ല, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു 1 മണിക്കൂർ യാത്രയുണ്ട്. നമുക്കിവിടെ കുറേ ഈ പറവൂരും ചുറ്റുവട്ടത്തും ഇവിടെ ഇരിങ്ങാലക്കുട വരെ ഞങ്ങൾ നോക്കി, എറണാകുളം മൊത്തം ഇരിച്ചു ഇറങ്ങി, ഒരു സ്ഥലത്തും ടിക്കറ്റ് ഇല്ല. അങ്ങനെയാണ് ഈ തിയേറ്ററിൽ ഞങ്ങൾ പോകുന്നത്. അപ്പൊ അവിടെ ചെന്നു, തിയേറ്റർ ആണെന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഈ സിനിമ. അപ്പോ വല്ലാത്ത ആ തിയേറ്ററിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ പോകരുത്. പക്ഷെ എന്ത് ചെയ്യും, ഞാൻ പരസ്പരം ചോദിച്ചു, ഇന്റർവെൽ സമയത്തൊക്കെ ടോയ്ലറ്റിൽ പോകാനും അങ്ങനത്തെ ഒരു സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലം. അപ്പൊ ഞാൻ ചോദിച്ച ആളുകളൊക്കെ പറഞ്ഞത് ഇല്ല, ഞങ്ങൾ ഈ പരിസരത്തുള്ളവരൊന്നുമല്ല, ഞങ്ങളിങ്ങനെ ഇത് അന്വേഷിച്ചു കഴിഞ്ഞപ്പോ ഒരിടത്തും ടിക്കറ്റ് ഇല്ല. പിന്നെ ആകെ കണ്ടൊരു സ്ഥലമാണ് ഈ ശ്രീമുരുക തിയേറ്റർ. അങ്ങനെയാണ് ഞങ്ങളിവിടെ വന്നതെന്നാ പറയണത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു അതിശയിപ്പിക്കുന്ന തരത്തിൽ ഒരു മലയാള സിനിമ മലയാളികളും അതുപോലെ തന്നെ ഒരു പാൻ ഇന്ത്യൻ എന്നുള്ള രീതിക്ക് അതിനപ്പുറം വിട്ടുപോകുന്ന തരത്തിലേക്കുള്ള വലിയൊരു ഹൈപ്പ് ഈ സിനിമയ്ക്ക് ഉണ്ടായത് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് പോയത്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ആരംഭം മുതൽ അവസാനം വരെ എല്ലാ കാര്യത്തിലും, കഥ, തിരക്കഥ, സംഭാഷണം, അവരുടെ ആക്ടിങ്, അതുപോലെ തന്നെ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ഒരു എന്താ പറയാ, ഒരു മറ്റ് സിനിമകൾ നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള ഒരു ഇന്റർനാഷണൽ ഹോളിവുഡ് സിനിമകളൊക്കെ കാണുന്ന വിധത്തിലുള്ള ഒരു ടച്ചിങ്ങും ഒരു നിർമ്മാണവും ഒരു സംവിധാനവും എല്ലാമാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോ ഞാൻ പറയുന്നത്, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നും ഇപ്പൊ ഇതിനെക്കുറിച്ച് വലിയ തോതിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ലോകം മുഴുവനുമുള്ള മലയാളികൾ മാത്രമല്ല, മറ്റ് ഭാഷയിലുള്ള ആളുകൾ അടക്കം ഇത് കാണുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ പൃഥ്വിരാജ് നമ്മുടെ നടന്മാരിൽ, പ്രമുഖ നടന്മാരിൽ തന്നെ ഏറ്റവും യങ് ആയിട്ടുള്ള ഒരു കലാകാരനാണ്. ആ കലാകാരൻ അഭിനയത്തിലും അതുപോലെ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ആടുജീവിതം വന്നത്. ആടുജീവിതത്തിൽ നജീബ് എന്നുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി 15 വർഷക്കാലം മാറ്റിവെച്ചു എന്ന് പറഞ്ഞാൽ സിനിമയെ എത്രത്തോളം തപസ്യയായി ശ്രീ പൃഥ്വിരാജ് കാണുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ്. അപ്പൊ അത്തരം ഒരു വലിയ മികച്ച നടനാണ് എന്നുള്ള രീതിയിൽ തെളിയിക്കുകയും തുടർന്ന് ഇങ്ങോട്ട് ഈ എമ്പുരാനിൽ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും മികച്ചൊരു സംവിധായകൻ, ഒപ്പം തന്നെ മികച്ചൊരു നടൻ. അതിനും ഉപരിയായി ഞാൻ കാണുന്നത് ഇപ്പൊ ഈ വന്നിട്ടുള്ള വിവാദങ്ങളുടെ വെളിച്ചത്തിൽ നമുക്കറിയാം, 2002 ഈ ലോകത്തെ ആകെ ഞെട്ടിച്ച ഒരു ഭീകര പ്രവർത്തനമാണ് ഗുജറാത്തിൽ നടന്നത്. ഒരു വംശഹത്യയാണ് നടന്നത്. അതിനെക്കുറിച്ച് പലതരത്തിൽ അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. BJPയുടെ നേതൃത്വത്തിലുള്ള അന്ന് മുഖ്യമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നിട്ടുണ്ട്. UPയുടെ ഗവൺമെന്റ് അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇപ്പൊ പല അന്വേഷണങ്ങളും പലവിധ വ്യാഖ്യാനങ്ങളാണ് നടക്കുന്നത്. എന്ത് വ്യാഖ്യാനങ്ങൾ നടത്തിയാലും അവിടെ മരിച്ചത് അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടത് മനുഷ്യരാണ്. സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കമുള്ളവർ, ഗർഭിണിയായ സ്ത്രീകളെ, അതൊക്കെ ഈ ചിത്രത്തിൽ കാണിക്കുമ്പോ അത് കാണുമ്പോ അതിനോട് ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അതിനോട് മോശമായി പ്രതികരിച്ചത് കൊണ്ടോ മാത്രം ആ ചരിത്രം ഇല്ലാതാവില്ല. അത് ഇന്ത്യയിലെ നമ്മൾ ആരും ആഗ്രഹിക്കാത്ത ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ്. മഹാത്മാഗാന്ധിയുടെ മരണം പോലെ നമ്മൾ ഒരിക്കലും
നമുക്ക് അങ്ങനെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു എന്താ പറയാ കറുത്ത ചരിത്രമാണ്. പക്ഷെ ആ ചരിത്രം നമ്മൾ അനുസ്മരിക്കുന്നത് എന്തിനാ? ഇനിയും അത്തരത്തിലുള്ള കറുത്ത അധ്യായങ്ങൾ നമ്മുടെ സമീപ ഭാവിയിൽ അല്ലെങ്കിൽ വർത്തമാനകാലത്ത് ഉണ്ടാവരുത്. അത് ഉണ്ടാക്കാൻ ഒരു ശക്തികളെയും നമ്മുടെ സമൂഹം അനുവദിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോ തീർച്ചയായും ഈ പൃഥ്വിരാജിനെ കുറിച്ചുള്ളൊരു അഭിമാനകരമായ ഒരു സംഗതി, ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ കല എന്ന് പറഞ്ഞാൽ ആസ്വാദനത്തിനും അല്ലെങ്കിൽ കലയ്ക്കും വേണ്ടി മാത്രമല്ല എന്ന് നമുക്കറിയാം. അത് പണ്ടുകാലം തുടങ്ങി നമ്മൾ കലാപരമായി ഒരു കറക്റ്റിംഗ് ഫോഴ്സായി, സമൂഹത്തെ കറക്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സായി കല എക്കാലത്തും നിലനിന്നിട്ടുണ്ട്. അതൊരു പക്ഷേ കേരളത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ നാടകമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം, ദേശീയ പ്രസ്ഥാനം, ലോകം മുഴുവനുമുള്ള മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളെ ഉത്തേജിപ്പിച്ചിട്ടുള്ളത് അതിലൊരു ഭാഗം എന്ന് പറയുന്നത് കലാപ്രവർത്തകരുടെ ഭാഗത്ത് നിന്നാണ്. അത് നാടകമാവാം, ചിലപ്പോൾ കവിതയാവാം, നോവലാവാം, ഇതൊക്കെ ആവാം, അതുപോലെ തെരുവ് നാടകങ്ങളാവാം. ഇതൊക്കെ ഈ അതാത് സമൂഹത്തിൽ നിലനിന്നിരുന്ന മനുഷ്യത്വ വിരുദ്ധമായ അല്ലെങ്കിൽ സങ്കുചിത ചിന്തയ്ക്കെതിരായിട്ടുള്ള ആശയങ്ങളാണ് ദ്യോതിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോ അതുകൊണ്ട് തന്നെയാണ് സമൂഹം ഇത്രയും മാറിയത്. ഇപ്പോ ഫ്യൂഡലിസത്തിൽ നിന്നും രാജവാഴ്ചയിലേക്കും അതും മോശമാണ്, ജനങ്ങളെ എല്ലാവരും അംഗീകരിക്കുന്നതല്ല എന്ന് തോന്നിയിട്ട് കൊളോണിയലിസത്തിലേക്കും, ആ കൊളോണിയലിസവും ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനെയൊക്കെ ബോധ്യപ്പെടുത്തിയതാരാ? ഇത്തരം അടിമത്തത്തെയും അല്ലെങ്കിൽ അധീശത്വ ശക്തികളെയും മനുഷ്യത്വ വിരുദ്ധമായ ആശയമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചത് ഈ കലാപരമായ പ്രവർത്തനങ്ങളിലൂടെ വന്നിട്ടുള്ള ആശയങ്ങളാണ്. ആ ആശയങ്ങളുടെ ശക്തി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ ഒരു പ്രത്യേക സമൂഹം ആ കാര്യങ്ങളും സ്വാംശീകരിച്ചുകൊണ്ട് നിലനിന്നിരുന്ന മനുഷ്യത്വ വിരുദ്ധമായ സാമൂഹ്യ വിരുദ്ധമായ ആശയങ്ങൾക്ക് എതിരെ സമരമായും മറ്റൊരു രീതിയിലൊക്കെ പ്രതികരിച്ചിട്ടുള്ളത്. അത് നമ്മൾ തുടർന്നു വരുന്നു. അതിന്റെ ഭാഗം കൂടിയായിട്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടുന്നു, ഒരു ജനാധിപത്യ സമൂഹമായിട്ട് മാറുന്നു. പക്ഷെ ഇന്ന് ഒരു ജനാധിപത്യ രാജ്യത്ത് എല്ലാ മനുഷ്യരെയും ഒരേപോലെ പരിഗണിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറയുകയുണ്ടായി, ഇപ്പോ കുനാൽ കമ്ര അദ്ദേഹത്തിന്റെ എന്താ പറയാ ഒരു സറ്റേറിക്കൽ ഗാനം മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രിക്കെതിരെ നടത്തിയതിന് അദ്ദേഹത്തെ വലിയ തോതിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അതൊരു സംഭവമൊന്നുമല്ല. ഇപ്പൊ പെരുമാൾ മുരുകനെതിരെ, ധാബോൽക്കർക്കെതിരെ, ഗോവിന്ദ് പൻസാരക്കെതിരെ, ഗൗരി ലങ്കേഷിനെതിരെ, അങ്ങനെ ആശയം പ്രകടിപ്പിക്കുന്നവരെ, പ്രത്യേകിച്ച് സമത്വത്തിന് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി, ജനാധിപത്യത്തിന് വേണ്ടി ഒക്കെ, അതൊക്കെ നമ്മുടെ ഭരണഘടനയിൽ നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട ആശയങ്ങളാണ്. ആ ആശയങ്ങൾ നിർഭാഗ്യവശാൽ ഇന്ത്യൻ സമൂഹത്തിൽ പലയിടത്തും പ്രയോഗിക്കാൻ കഴിയുന്നില്ല. അപ്പോ അങ്ങനെ ആ ആശയങ്ങൾക്കെതിരെ ചില കോണുകളിൽ നിന്ന്, ചില സങ്കുചിത വ്യക്തികളിൽ നിന്ന്, ചില തീവ്രവാദ സംഘടനകളിൽ നിന്ന് ചില പ്രവർത്തനങ്ങളും ആശയങ്ങളും ഉയരുമ്പോൾ അതിനെതിരെ പ്രതികരിച്ചവരാണ് ഞാൻ ഈ പറഞ്ഞ ആളുകളൊക്കെ. എനിക്കുകൊണ്ട് അതിന്റെ അവസാനത്തെ കണ്ണിയാണ് ശ്രീ പൃഥ്വിരാജ്. അപ്പോ അങ്ങനെ വരുമ്പോ തീർച്ചയായും കേരളീയ സമൂഹം ഒന്നാകെ പൃഥ്വിരാജിന് സപ്പോർട്ട് കൊടുക്കണം. പൃഥ്വിരാജിനും ടീമിനും സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി സമകാലീന ഇന്ത്യക്കകത്ത് നിലനിൽക്കുന്നുണ്ട്. അത് കേരളത്തിന് കഴിഞ്ഞു എന്നുള്ളത് അതിലേറെ അഭിമാനകരമാണ്. അതും ഏറ്റവും യങ്ങായിട്ടുള്ള ഒരു ചെറുപ്പക്കാര്, എനിക്ക് തോന്നുന്നു ചെറുപ്പക്കാരിൽ നമ്മൾക്ക് ഒട്ടേറെ പ്രതീക്ഷ വെച്ച് പുലർത്താൻ പറ്റുന്ന, അതെ, നിലപാടുള്ള ചെറുപ്പക്കാരുടെ ഒരു ലീഡർഷിപ്പിലേക്ക് പൃഥ്വിരാജ് ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സങ്കടമുണ്ട്. ഇപ്പോ ചില പ്രധാനപ്പെട്ട നടന്മാരൊക്കെ അഭ്രപാളികളിൽ അനീതിക്കെതിരെ അല്ലെങ്കിൽ അക്രമത്തിനെതിരെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സപ്പോർട്ടായി ഒക്കെ നിലനിന്ന അഭ്രപാളികൾ വലിയ നായകന്മാരായും ഒക്കെ നിന്നിരുന്ന ആളുകൾ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഇങ്ങനെ ഒരു പ്രതിസന്ധി വരുമ്പോ ഭയപ്പെട്ട് പിന്മാറുമ്പോ നമുക്കൊക്കെ സങ്കടമാണ് തോന്നുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ നമ്മൾ കണ്ടത്. അതെ അതെ, നമുക്ക് സങ്കടമാണ് തോന്നുന്നത്. അതെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴും ഇതേ തന്ത്രമാണ്, മൗനമായിരുന്നു. അപ്പൊ ഇതൊക്കെ സത്യം പറഞ്ഞാൽ അവര് അഭിനയിക്കുകയാണ്, ഒരു കഥാപാത്രത്തെ അഭിനയിക്കുകയാണ് എങ്കിൽ പോലും സാധാരണക്കാരായ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ഇവരൊക്കെ ഇങ്ങനെയായി വരണം എന്നാണ്. അതുകൊണ്ടാണ് നമ്മള് സിനിമാ തിയേറ്ററിൽ ഇരുന്ന് കൈയടിക്കുന്നു. ഒരു വില്ലനെ ഇല്ലാതാക്കുമ്പോ അല്ലെങ്കിൽ ഒരു അനീതിക്കെതിരെ പ്രതികരിക്കുമ്പോ ഒക്കെ ആ നായകന് വേണ്ടി നമ്മൾ സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകർ കൈയടിക്കുന്നത് ഈ നീതിയും
തുല്യതയും സമത്വവും എല്ലാ മനുഷ്യർക്കും വേണ്ടി ഇവർ ഇവിടെയെങ്കിലും സാങ്കല്പികമായെങ്കിലും ചെയ്യുമ്പോ അങ്ങനെയുള്ളൊരു യാഥാർത്ഥ്യ ലോകം ഉണ്ടാകണമെന്ന് സാധാരണ മനുഷ്യർ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഈ കയ്യടി കിട്ടുന്നത്. ഇപ്പൊ ഈ സിനിമയിൽ തന്നെ മോഹൻലാല് പറഞ്ഞിട്ടുള്ളത്, മോഹൻലാൽ ധരിച്ചു എന്ന് നമ്മളൊക്കെ അറിയുന്നത് ഇദ്ദേഹം ഇതിനെ കുറിച്ച് അറിയില്ലായിരുന്നു, തിരക്കഥ മുഴുവൻ വായിച്ചില്ലായിരുന്നു, ഇങ്ങനെയൊക്കെയാണ് കഥയെന്ന് അറിയില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോ അത് സാമാന്യ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പ്രസ്താവനയാണ്. ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രായത്തെങ്കിലും സ്വയം ബഹുമാനിച്ച്. ഇതേ മോഹൻലാൽ തന്നെയാണ് പ്രൊമോഷൻ പരിപാടിയിൽ ഈ പടം കണ്ടു എന്ന് പറഞ്ഞത്. അത് മാത്രമല്ല ഇവരെല്ലാവരും കൂടി ഇരുന്നാണല്ലോ പ്രൊമോഷൻ പരിപാടിക്കകത്ത്, ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ഏറ്റവും ഗംഭീരമായ സിനിമ ഇതുവരെയും കണ്ടിട്ടില്ലാത്തത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ച് എല്ലാവരെയും തിയേറ്ററിൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ ആളുകൾ മുൻകൂട്ടി ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു. ഒരു സിനിമാ തിയേറ്ററിൽ പോലും ഒരു സീറ്റ് പോലും വേക്കന്റ് ആവാതെ ആദ്യത്തെയും രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഞാൻ സാധാരണ വിചാരിച്ചത് ഒരു 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം കഴിയുമ്പോൾ തിരക്കൊക്കെ മാറിയിട്ട് പോയി കാണാം എന്നാണ്. ഇപ്പോ ആദ്യത്തെയും രണ്ടാമത്തെയും ദിവസത്തെ തിരക്കിനേക്കാൾ ഇരട്ടിയായി തിരക്ക് ലോകം മുഴുവൻ, കേരളം മാത്രമല്ല ലോകം മുഴുവൻ വ്യാപിച്ചു എന്നുള്ളതാണ്. 17 വെട്ടാണ് ഇനി സിനിമയിലെ പല ഭാഗങ്ങൾ മാറ്റുന്നു. ഗോദ്ര കലാപവും ഗുജറാത്ത് കലാപത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള രംഗങ്ങളൊക്കെ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഈ വെട്ടുകൾ കൊണ്ട് ചരിത്രത്തെ മൂടി വെക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? സംഘപരിവാറിന്റെ ഭീഷണിക്ക് മുമ്പിൽ ഇവരൊക്കെ വഴങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ ഈ രീതിയിലുള്ള ഭീഷണി മുഴക്കിയാൽ ഇനിയുള്ള ഇങ്ങനെയുള്ള കലാസൃഷ്ടികൾ ഉണ്ടാകില്ല എന്ന് തോന്നുന്നുണ്ടോ ടീച്ചർക്ക്? ഒരിക്കലും ഇല്ല. ഇവർ മായ്ക്കാൻ ശ്രമിക്കും തോറും മനുഷ്യരുടെ മനസ്സിലേക്ക് അത് ഓർമ്മകൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ, ഇവരാഗ്രഹിക്കുന്ന ആശയമല്ലോ മനുഷ്യരും മുഴുവനുള്ളത്, മനുഷ്യർക്ക് ഇന്ത്യയിലും കേരളത്തിലാകെയുള്ള മനുഷ്യർക്ക്. ഇപ്പോ BJP-നെ പിന്താങ്ങുന്ന ആളുകൾ 30-37% വരെ ഉള്ളൂ. ബാക്കി 63% മനുഷ്യർ ഈ രാജ്യത്തുണ്ട്. അവരാഗ്രഹിക്കുന്നത് ജനാധിപത്യവും മതനിരപേക്ഷതയും തുല്യതയും സമത്വവും ഒക്കെ നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ സമൂഹത്തെയാണ്. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്നവരുടെ മനസ്സിലേക്ക് ഏതെങ്കിലും തരത്തിൽ സിനിമയായോ ലേഖനങ്ങളായോ കഥകളായോ നോവലുകളായോ ഒക്കെ വരും. അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് അടച്ചു വെച്ചാൽ അതങ്ങനെ മൂടി വെക്കപ്പെടും എന്നുള്ളത് ഇവരുടെ ഒരു അബദ്ധധാരണയാണ്. ഇപ്പൊ ഈ സിനിമയെ കുറിച്ച് തന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കിയിരുന്നില്ലെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോൾ അതിന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് ചിലപ്പോ ഇതിനെതിരായിട്ട് വർത്താനം സ്വാഭാവികമായൊക്കെ പ്രതികരിച്ചൊക്കെ പോയിട്ടുണ്ടാവും. ഇന്നിപ്പോ ഇവരുടെ ഈ ശ്രമം കൊണ്ട് ലോകം മുഴുവൻ എന്നാൽ ഇത് കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ആളുകൾ ഈ വെട്ടിക്കളയുന്നതിന് മുൻപ് കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി സിനിമാ തിയേറ്ററിലേക്ക് തിക്കിത്തിരക്കി പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോ ചരിത്ര വസ്തുതകളെ മറയ്ക്കണം, അടുത്ത ജനറേഷനിൽ നിന്ന് ഞങ്ങൾ ചെയ്തിട്ടുള്ള ആ മൃഗീയതയെ മായ്ച്ചു കളയണം, അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് ഇത് എത്തരുത്, ഞങ്ങൾ നല്ല ആളുകളാണ് എന്ന് ബോധ്യപ്പെടുത്തണം എന്നുള്ള ധാരണയോടുകൂടിയാണ്. അവർക്കത് ആകാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പ്. ആ ധാരണയോടുകൂടിയാണ് ഈ 2002 നടന്ന ഈ ഗോദ്ര സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വംശഹത്യ, ആ വംശഹത്യക്ക് നേതൃത്വം കൊടുത്തത് ഈ സംഘപരിവാർ കൂട്ടായ്മകളാണ് എന്നുള്ളത് അടുത്ത ജനറേഷനിൽ ഉണ്ടാകാൻ പാടില്ല ബോധ്യം എന്നുള്ള ആശയത്തിന്റെ പുറത്താണ് ഈ ചെയ്തു കൂട്ടുന്നത്. ടീച്ചറെ, ഇപ്പൊ ഈ ഗുജറാത്ത് കലാപം ഈ ഓർമ്മപ്പെടുത്തുന്നു, ഗോദ്ര തീവെപ്പ് ഓർമ്മപ്പെടുത്തുന്നു. ഈ അടുത്ത പാട്ടിൽ L3 സിഖ് കലാപം വലിയ ഓർമ്മപ്പെടുത്തിയാലോ എന്നുള്ളൊരു ഭയം ഇവർക്കുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടി. തീർച്ചയായിട്ടും. കാരണം അതും വംശയത്തിനെ പറ്റി പറയുമ്പോൾ അത് മാറ്റിയെടുത്തു. അതെ, അതിന്റെയും പിന്നിൽ പ്രവർത്തിച്ചത് ഇവരാണ് എന്നുള്ള ഒരു ചരിത്ര വസ്തുതയാണല്ലോ. അപ്പൊ അങ്ങനെ ചരിത്രത്തിൽ നിന്ന്, ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്ന് ഗാന്ധിജിനെ മാറ്റാൻ ശ്രമിക്കുന്നു. ഗാന്ധിജി ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. എങ്ങനെ ഗാന്ധിജി കൊല്ലപ്പെട്ടു എന്നുള്ളതും എന്തുകൊണ്ട് കൊല്ലപ്പെട്ടു എന്നുള്ളതും, ഗാന്ധിജി മതമൈത്രിക്ക് വേണ്ടിയും സാഹോദര്യത്തിന് വേണ്ടിയും ഒക്കെ നിലനിന്ന മഹാനാണ്. അപ്പോ ആ ആശയം ഉയർത്തിപ്പിടിച്ചു. ആശയങ്ങളെ അവർക്ക് പേടിയാ. എന്താശയങ്ങളെ? മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്ന ദ മാൻ ഈസ് ദ മെഷർ എന്ന് വളരെ കാലം മുമ്പ് പണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മനുഷ്യനായിരിക്കണം മാനദണ്ഡം. പക്ഷെ ഇവരുടെ ആശയത്തിന്റെ മാനദണ്ഡം ഈ ബ്രാഹ്മണിസവും അതുപോലുള്ള രാഷ്ട്രീയ ആശയങ്ങളുമാണ്. അത് ഇന്നത്തെ കാലത്ത്, അതായത് ഞാൻ ഏറ്റവും ഉയർന്നത്, നിങ്ങൾ അതിൽ താഴെ, നിങ്ങൾക്ക് ഇന്ത്യൻ അവകാശങ്ങൾ, അങ്ങനെ മനുഷ്യരെ തമ്മിൽ അവകാശങ്ങളുടെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ആധുനിക കാലത്ത് മനുഷ്യർക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പക്ഷെ ചില ആളുകളെ കൊണ്ട് അവരെ ബ്രെയിൻ വാഷ് ചെയ്യിച്ച് ഇത്തരത്തിൽ ചില ആശയങ്ങൾ അവരുടെ മനസ്സിലേക്ക് കൊടുക്കുന്നുണ്ട്. അത് ഇവിടുത്തെ ആളുകളും അത് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. പക്ഷെ അവര് മനസ്സിലാക്കുന്നില്ല. ഇപ്പോ ഇന്നലത്തെ പത്രത്തില് ദളിതനായ ഒരു മനുഷ്യനെ
തീയിലേക്ക് എറിഞ്ഞിട്ടുണ്ട് ഉവ്വ. അല്ലേ? അയാളും ആരാധിക്കാൻ വേണ്ടി ചെന്നു, അല്ലെങ്കിൽ ആ ഉത്സവ അന്തരീക്ഷത്തിലേക്ക് ഉൾപ്പെട്ടു. അയാൾക്ക് അതിന് അർഹതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആധുനിക ഇന്ത്യയിൽ, സമകാലീന ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങൾ. അതുപോലെ തന്നെ വടക്കേ ഇന്ത്യയിൽ എവിടെ നോക്കിയാലും ഇപ്പോ മറാത്തയിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. കാരണം എന്താ? 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു രാജാവ്, ആ രാജാവ് അന്നത്തെ വേറൊരു രാജ്യത്തെ, ഇന്ത്യ എന്ന് പറയുന്നത് 1947 ശേഷം, പ്രത്യേകിച്ച് 50-ന് ശേഷം രൂപപ്പെട്ട ഒരു ആശയമാണല്ലോ. അപ്പൊ അതിനു മുൻപ് 600-ലേറെ നാട്ടുരാജ്യങ്ങൾ, അതിനു മുൻപ് മുഗൾ സാമ്രാജ്യം, വിശാലമായ സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. ആ 17-ാം നൂറ്റാണ്ടിൽ ഔറംഗസീബ് എന്ന് പറയുന്ന മുഗൾ ചക്രവർത്തി മറാത്ത സാമ്രാജ്യം ഭരിച്ചിരുന്ന ഛത്രപതി ശിവജിയുടെ മകൻ സംഭാജി ഛത്രപതി, അദ്ദേഹത്തെ ആ 2 രാജാക്കന്മാർ തമ്മിൽ യുദ്ധം ചെയ്തു. അതിൽ ഈ ഛത്രപതി സംഭാജിയെ ക്രൂരമായി മർദ്ദിച്ചാണ് കൊല ചെയ്യുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മൾ ചരിത്രത്തിൽ എടുത്താൽ ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിന്റെ നീതിയാണ്. ഇപ്പോ ജന്മിത്വം നിലനിന്ന കാലത്ത് ജന്മി തീരുമാനിക്കുന്നതാണ് അവിടത്തെ നീതി. ജന്മി ജാതി നാടുവാഴി ഉണ്ടായിരുന്നപ്പോ ഈ ജന്മിയും നാടുവാഴിയും ജാതിയും കൂടി തീരുമാനിക്കുന്നതായിരുന്നു അന്നത്തെ നീതി. അത് അന്നത്തെ നാട്ടു നിയമമാണ്. ഇപ്പൊ വേദങ്ങളുടെ കാലത്ത് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു അന്നത്തെ നിയമം. പക്ഷെ അതൊക്കെ മാറി രാജവാഴ്ചക്കാലത്ത് രാജാവ് എന്താണ്, ഇപ്പൊ നമ്മൾ വടക്കൻ പാട്ടുകളിലൊക്കെ പറയും, മകനെ യുദ്ധത്തിനയക്കുന്നത്, നീ വീരചരമം പ്രാപിച്ചു വരാനാണ് അമ്മ അനുഗ്രഹിച്ചു വിടുന്നത്. അപ്പൊ ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും മക്കളോട് നീ മരിച്ചിട്ട് വരുമെന്ന് നമ്മൾ പറയാറില്ല. ഇല്ല, ആ കാലം മാറി. അപ്പോ ഒരു കാലഘട്ടത്തിൽ നടപ്പാക്കപ്പെട്ട രാജാക്കന്മാർ തമ്മിൽ യുദ്ധം ചെയ്യുന്നു, രാജ്യം വെട്ടിപ്പിടിക്കുന്നു, ചക്രവർത്തിയായി മാറുന്നു, സാമ്രാജ്യങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെ വരുമ്പോ രാജ്യത്ത് യുദ്ധം നടക്കുകയും ആ യുദ്ധത്തിൽ തോൽപ്പിക്കപ്പെട്ട രാജാവിന്റെ രാജ്യം ജയിച്ച രാജാവിന് എല്ലാം സ്വത്തുക്കളടക്കം ജനങ്ങളെ അടക്കം അടിമകളായി, രാജാവിനെ അടക്കം അടിമകളായി വെച്ചുകൊണ്ടിരുന്നത് അന്നത്തെ നീതിയായിരുന്നു. അതിപ്പോ ഈ ജനാധിപത്യ കാലത്ത് അന്നത്തെ നീതി ഇന്ന് നടപ്പാക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നടപടിയാകുന്ന കേസല്ല. അപ്പോ അത് തിരിച്ചറിയാനുള്ള സാമാന്യ വിവേകം ഇതിന്റെ കൂടെ നടക്കുന്നവർക്കില്ല. പക്ഷെ ഇത് എന്തിനു വേണ്ടിയാണ്? ഈ സാധാരണ മനുഷ്യരെ കുറിച്ച്, ഈ സംഘപരിവാർ ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള സാധാരണ ചെറുപ്പക്കാരെ, മനുഷ്യരെ ഇവരിങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നത് എന്തിനാണ് എന്ന് ഇതിന്റെ നേതൃത്വത്തിനറിയാം. അതായത് ഈ ബ്രാഹ്മണിക്കൽ ആധിപത്യത്തിന്, അതിന്റെ രാഷ്ട്രീയ അധികാരം ആഗ്രഹിക്കുന്നവർക്കറിയാം എന്തിനു വേണ്ടിയാണ് ഇവരെ കൊണ്ട് ഇതൊക്കെ ഈ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്നതെന്ന് അവർക്കൊരു ലക്ഷ്യമുണ്ട്. അത് രാഷ്ട്രീയ അധികാരമാണ്. പക്ഷെ ഇന്നത്തെ ഞാൻ സൂചിപ്പിച്ചത് ഇതുപോലുള്ള സംഭവങ്ങൾ മഹാരാഷ്ട്രയിൽ നടക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ ഇന്നലെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ തീയിലെറിയുന്ന സംഭവമാവട്ടെ, പിന്നെ ദുർഗാപൂജ, നവരാത്രി ആഘോഷങ്ങൾ, ഇതൊക്കെ ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും ഈവൻ കർണാടകയിൽ പോലും കലാപ അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള വേദികളായി നമ്മുടെ ഉത്സവങ്ങൾ പോലും ഇവരേറ്റെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് ഇതിലൊരു പങ്കുണ്ട്. മാധ്യമങ്ങൾ പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഇപ്പോൾ ഈ സിനിമയിലെ 17 സീൻ കട്ട് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് പല മാധ്യമ പ്രവർത്തകരും, ഉദാഹരണം പറഞ്ഞാൽ സുജയ പാർവതി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ നിന്ന് പറയുന്നത് കേട്ടു, 17 സീൻ കട്ട് ചെയ്ത് മാറ്റണം. അത് വളരെ സന്തോഷത്തോടെ പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മാധ്യമ പ്രവർത്തകർ ഇതിന്റെ ഒരു ഭാഗമായി മാറുന്നു എന്നത് കാണുമ്പോൾ എന്താണ് തോന്നുന്നത് പൊതുവെ? ശരിക്കും പറഞ്ഞാൽ വലിയൊരു ആശങ്കയാണ് തോന്നുന്നത്. ജനാധിപത്യത്തിൽ, ജനാധിപത്യ രാജ്യം അംഗീകരിച്ചിട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തെ നിയമങ്ങൾ, ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ, അതായത് നമ്മുടെ ഭരണഘടന ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ആകെ കൊടുത്തിട്ടുള്ള ഭരണഘടനാപരമായ വാഗ്ദാനങ്ങളും ഉത്തരവാദിത്വങ്ങളും അത് ബോധ്യപ്പെടുത്തുകയും ആ ഭരണഘടനാപരമായ ഉത്തരവാദിത്വങ്ങൾ, വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന വിധത്തിൽ ഭരണകൂടം പ്രവർത്തിക്കുമ്പോൾ ഭരണകൂടത്തിന്റെ ഒരു രാഷ്ട്രീയ ഭാഗമായി നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ. നമ്മളങ്ങനെയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തും ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലഘട്ടത്തിലും മാധ്യമങ്ങളും അതുപോലെ തന്നെ നമ്മുടെ എഴുത്തുകാരും ഒക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഈ നാടിന് വേണ്ടി, നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സമത്വത്തിന് വേണ്ടി. പക്ഷെ ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ ദൃശ്യ മാധ്യമങ്ങൾ, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ ഇത് ചെയ്യുന്നത്, എനിക്ക് തോന്നുന്നു നമ്മുടെ റേഡിയോ ഒഴിച്ചു നിർത്തിയാൽ അതിനൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പെട്ടെന്ന് ജനങ്ങളെ സ്വാധീനിക്കാൻ ഇന്നത്തെ കാലത്ത് കഴിയുന്നില്ല. മറ്റത് കാണുകയും കേൾക്കുകയും ഒക്കെ കാണുകയാണ്. ദൃശ്യചാരുതയിൽ ഇവർ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങളെ പെട്ടെന്ന് സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോ നമ്മുടെ പ്രധാനപ്പെട്ട ചില ചാനലുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ, സംവാദം എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് ചെയ്യുന്ന അഭിനയം, തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തനം നടത്തുന്നത് ഒരു അഭിനയമാണ്. പണം ഉണ്ടാക്കാൻ വേണ്ടി ഇവർ അഭിനയിക്കുകയാണ്.
ഇപ്പോ സിനിമാ നടന്മാര് അവര് പണത്തിനും അതുപോലെ തന്നെ ചില ലക്ഷ്യങ്ങൾക്കും വേണ്ടി അവര് പ്രമേയം ഉണ്ടാക്കുന്നു, സിനിമ ഉണ്ടാക്കുന്നു, അഭിനയിക്കുന്നു. ഏതാണ്ട് അതേ പരുവത്തിൽ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ അവരുടെ പ്രവർത്തനം പോകുന്നുണ്ട്. നേരത്തെ രാഹുൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ നടക്കുന്ന ഈ സംഭവങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമയാവട്ടെ, അങ്ങനെയുള്ള സംഭവങ്ങളിൽ പോലും 3-4 പേര് ചേർന്നിരുന്നുകൊണ്ട് ചർച്ചയാണ്. ഇപ്പോ ആശാവർക്കർമാരുടെ സമരം നടന്നു. അങ്ങനെയുള്ള സംഭവങ്ങളിൽ ചർച്ച ചെയ്യുന്നതോ ഈ മാധ്യമത്തിന്റെ 4 ആൾ ഇരിപ്പുണ്ടെങ്കിൽ ഈ 4 പേരും ഒരാള് മത തീവ്രവാദ സംവിധാനത്തിന് വേണ്ടി വക്താവാകുന്നു, വേറൊരാള് വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവാകുന്നു, വേറൊരാള് വേറൊരു രാഷ്ട്രീയക്കാരനായിട്ട് അഭിനയിക്കുന്നു. ഇവരെന്തിനാണ് ഈ ജനാധിപത്യ സമൂഹത്തിൽ മാധ്യമങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അഭിനയിച്ച് ഒരു മാധ്യമ പ്രവർത്തനം നടത്തുന്നത്? അവരുടെ ഡ്യൂട്ടി അതല്ലല്ലോ. രാജ്യത്തെ സമൂഹം അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതല്ല. അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് രാജ്യത്തെ നിയമങ്ങളും രാജ്യത്തെ അവകാശങ്ങളും ജനങ്ങൾക്ക് സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന വിധത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ ഒക്കെ അനുഭവിക്കാൻ പറ്റുന്ന വിധത്തിൽ അവർ ഈ ജനാധിപത്യ പ്രക്രിയയെ കൂടുതൽ ശാക്തീകരിക്കുന്ന പ്രവർത്തനമാണ് അവർ ചെയ്യേണ്ടത്. നേരെ മറിച്ച് അവരഭിനയിക്കുകയാണ്. മാത്രമല്ല, എങ്ങനെയാണ് മാധ്യമ പ്രവർത്തന രംഗത്തിരുന്നു കൊണ്ട് ഒരു ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ കൊല ചെയ്ത പാരമ്പര്യമുള്ള ഒരു സാംസ്കാരിക സംഘടന എന്ന് പേര് വിളിക്കുന്ന ആ സംഘടനയ്ക്ക് വേണ്ടി ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് വാദിക്കാൻ സാധിക്കുക? ആ മാധ്യമ പ്രവർത്തനത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താ? പറയാൻ കഴിയില്ല. അവര് വേറെ ഏതോ PR വർക്ക് ചെയ്യാണ്. വേറെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത, ഒരു ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത മത തീവ്രവാദ ഗ്രൂപ്പിന്റെ വക്താവായി അവര് സംസാരിക്കുന്നു. അജണ്ട അടിച്ചേൽപ്പിക്കുകയാണ്. നമുക്കിപ്പോ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് ഏതെങ്കിലും ഒരു മത തീവ്രവാദ ഗ്രൂപ്പിന്റെ നേതാവിനെയാണ്. എല്ലാ മതങ്ങൾക്കും അതിന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ഗ്രൂപ്പുകളുണ്ട്. മതമൗലികവാദം പറയുന്ന, അല്ലെങ്കിൽ മത തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന, നിങ്ങളെല്ലാവരെയും സംരക്ഷിക്കുന്നത് ഞങ്ങളാണ് എന്ന് പറയപ്പെടുന്ന ചില നേതാക്കന്മാരും സംഘടനകളും ഉണ്ട്. ഒരിക്കലും ആ മതവിശ്വാസത്തിൽ പെട്ടിട്ടുള്ള എല്ലാ ജനങ്ങളുടെയും, അല്ലെങ്കിൽ ഒരു 10% ജനങ്ങളുടെ പോലും പിന്തുണ യഥാർത്ഥത്തിൽ അവർക്കില്ല. ഒരു മത തീവ്രവാദത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സംഘടനയ്ക്കും പൊതുജനങ്ങളുടെ അത്തരത്തിലുള്ള സപ്പോർട്ട് ഉണ്ടാവില്ല. പക്ഷെ ഇവരെല്ലാം ഏതെങ്കിലും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള സംഘടനകളുടെ എല്ലാം കീഴിലാണ് അതിലുള്ള മതവിശ്വാസികൾ എന്ന് വരുത്തി തീർക്കുന്ന ഒരു വ്യാജ പ്രചരണം കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗം കൂടിയാണ് ഈ എമ്പുരാൻ സിനിമയുടെ വിവാദം ചർച്ച ചെയ്യുന്ന വേദികളിൽ ആ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ആളുകളെ വിളിച്ചു വരുത്തുകയാണ്. നേരെ മറിച്ച് ഇതിന് പറയാൻ പറ്റുന്ന കേരളത്തിലെ സാംസ്കാരിക നായകന്മാരുണ്ട്, മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുന്നവർ. അവരെ ഒന്നും ഈ ഇതിലേക്ക് വിളിക്കില്ല. തമ്മിൽ തല്ലിക്കുകയാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ നേതൃത്വത്തെ പറഞ്ഞോട്ടെ, അവര് സംസാരിക്കട്ടെ. അവരുടെ കാഴ്ചപ്പാടും അവരുടെ നിലപാടുകളും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗമായി റെപ്രസെന്റ് ചെയ്യുന്ന ആളുകൾ വന്നോട്ടെ. മറിച്ച് ഈ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയത്തിനകത്ത് വളർന്നു വരുന്നുണ്ട്. ആ വളർച്ചയെ കേരളത്തിൽ ഉണ്ടാക്കാൻ ഉള്ള എല്ലാ സഹായങ്ങളും ഒളിഞ്ഞോ തെളിഞ്ഞോ കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അവര് ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന, ബഹുഭൂരിപക്ഷത്തെയും റെപ്രസെന്റ് ചെയ്യുന്ന, അവരുടെ മാനുഷിക അവകാശങ്ങളും മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന ആളുകളെ, പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ, അത് കോൺഗ്രസ് ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ആവട്ടെ, BJP ആവട്ടെ, അവരുടെ നിലപാട് ജനങ്ങളോട് തുറന്നു പറയട്ടെ. അല്ലാതെ ഏതെങ്കിലും ഒരു തീവ്രവാദ ഗ്രൂപ്പിന്റെ വക്താവിനെ ഇതിനകത്ത് വിളിച്ചു വരുത്തി ആ വക്താവ് ബാക്കി എല്ലാ വിശ്വാസികളുടെയും ആളാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചെയ്യുന്ന മാധ്യമ പ്രവർത്തനം കേരളത്തിനും രാജ്യത്തിനും ആപത്തായിട്ടുള്ള മാധ്യമ പ്രവർത്തനം നമുക്ക്. അതുപോലെ തന്നെ ഈ സിനിമയിൽ സംഘപരിവാറിനെ മാത്രമല്ല വിമർശിക്കുന്നത്, ഇതിൽ ഇടതുപക്ഷത്തെ വലതുപക്ഷത്തെ ഒക്കെ വിമർശിക്കുന്നുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റുകാരി എന്ന നിലയിൽ ടീച്ചറിന് ഈ സിനിമയോട് വിമർശനമുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മള് പത്രങ്ങൾ വായിക്കുന്നു, ദൃശ്യമാധ്യമങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുന്നു, നോവൽ വായിക്കുന്നു. ഇതിലെല്ലാം ആ വായനയ്ക്കൊപ്പം അതിനൊരു രാഷ്ട്രീയം ഉണ്ടാവും. അതിന്റെ രചയിതാവിനും അല്ലെങ്കിൽ കഥാകൃത്തിനും സിനിമാ നിർമ്മാതാവിനും സംവിധായകനും ഒക്കെ ഒരു രാഷ്ട്രീയം ഉണ്ടാവും. ആ രാഷ്ട്രീയം ഒരുപക്ഷെ അവരുടെ കൃതികളിൽ നിഴലിച്ചേക്കാം. അപ്പൊ അത് നിഴലിക്കുന്നത് കൊണ്ട് അവരുടെ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള
രാഷ്ട്രീയക്കാരെ അത് ഹേർട്ട് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഒരു ഇടതുപക്ഷക്കാരി എന്നുള്ള നിലയ്ക്ക് നമ്മൾ എല്ലാ ആശയപ്രകാശനത്തെയും സ്വാഗതം ചെയ്യണം. ആ ആശയപ്രകാശനം എങ്ങനെയായിരിക്കണം? മനുഷ്യർക്ക് വേണ്ടി വ്യത്യസ്ത രീതിയിൽ അഭിപ്രായം പറയുന്ന രാഷ്ട്രീയം. ഇപ്പൊ കോൺഗ്രസ് ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നു, ഒരു രാഷ്ട്രീയ ആശയം മുന്നോട്ട് വയ്ക്കുന്നു, അവർക്കൊരു വികസന കാഴ്ചപ്പാട് അവർ മുന്നോട്ട് വയ്ക്കുന്നു. അതെങ്ങനെയെന്ന് അവർക്ക് പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, അത് ജനങ്ങൾ കേൾക്കട്ടെ. ഇടതുപക്ഷം കൃത്യമായൊരു രാഷ്ട്രീയ ആശയം, ആ രാഷ്ട്രീയ ആശയത്തിന്റെ കൃത്യമായൊരു ഐഡിയോളജി, പൊളിറ്റിക്കൽ ഐഡിയോളജി മുന്നോട്ട് വയ്ക്കുന്നു. ആ ഐഡിയോളജി ഈ ഇന്നത്തെ എന്താ പറയാ, ജാതി ജന്മി നാടുവാഴി ആ സംസ്കാരം തീരെ പോയിട്ടില്ലാത്ത ഒരു സമൂഹത്തിൽ, പ്രത്യേകിച്ച് കേരള സമൂഹത്തിൽ എങ്ങനെ നടപ്പാക്കാൻ കഴിയും എന്ന് കാണുകയും അതിനനുസരിച്ച് ചില കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു. അപ്പോ ഇങ്ങനെ ചെയ്യുമ്പോ ഒരു പക്ഷേ ഈ സിനിമയ്ക്കകത്തും നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കുന്നത് ഇടതുപക്ഷത്തെ വലിയ തോതിൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു ഇടതുപക്ഷക്കാരി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആ സിനിമ കാണുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യുന്നു, പക്ഷെ അത് ആ സിനിമയിൽ വന്നില്ലല്ലോ, എന്നാൽ നെഗറ്റീവ് ആയിട്ടാണല്ലോ ചിത്രീകരിച്ചിട്ടുള്ളത് എന്ന് ഒരു ഇടതുപക്ഷക്കാരി എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നാം. പക്ഷേ അത് ആ സിനിമ സംവിധാനം ചെയ്ത, കഥ എഴുതിയ ആളുടെ ഒരു മനോനിലയും അയാളുടെ ആശയപ്രകാശന സ്വാതന്ത്ര്യവുമാണ്. എങ്ങനെ കാണണം, ഇടതുപക്ഷത്തെ എങ്ങനെ കാണണം, കോൺഗ്രസിനെ എങ്ങനെ കാണണം, അല്ലെങ്കിൽ വേറെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ എങ്ങനെ കാണണം എന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അതിൽ നിന്ന് നമുക്കെടുക്കാവുന്നതുണ്ട്. ചിലപ്പോ ഒരു കറക്റ്റ്നെസ് എവിടെയെങ്കിലും വരുത്തേണ്ടതുണ്ടോ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും. ഈവൻ സംഘപരിവാറിന് വരെയും ഈ സിനിമയിൽ നിന്ന് അവർക്ക് എടുക്കാവുന്നത്, ഞങ്ങൾ ചിലത് തിരുത്തേണ്ടതില്ലേ, ഞങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതില്ലേ, അങ്ങനെയാണല്ലോ മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്. അതെ, അത് ഞങ്ങൾക്കെതിരെ പറഞ്ഞതുകൊണ്ട് അത് ഇല്ലാതാക്കുക എന്നുള്ളതല്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അത് എവിടെയെങ്കിലും ഒരു കറക്റ്റിംഗ് ഫോഴ്സ് ആണോ ഈ എന്താ പറയാ, കല അല്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ ആശയം, ഇങ്ങനെ നോക്കി അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകലാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും മറ്റെല്ലാ സംഘടനകളും ചെയ്യേണ്ടത്. അത് ജാതിയുടെ പേരിലാവട്ടെ, മതത്തിന്റെ പേരിലാവട്ടെ, യൂത്തിന്റെ പേരിലാവട്ടെ, സ്കൂൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പേരിലാവട്ടെ, ഈ സംഘടനകളൊക്കെ ലക്ഷ്യം വയ്ക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടന ഉദ്ഘോഷിക്കുന്ന ആശയങ്ങൾ എങ്ങനെ സമൂഹത്തിൽ പ്രയോഗിക്കാൻ സമൂഹത്തെ പ്രാപ്തമാക്കുക, ശക്തിപ്പെടുത്തുക. അങ്ങനെ ശക്തിപ്പെടുത്തി ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ, അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനം നടത്തുമ്പോൾ എവിടെയെങ്കിലും പാകപ്പിഴകൾ ഉണ്ട് എന്ന് ഇത്തരം കലാസൃഷ്ടികളിലൂടെ നമ്മളെ ഒന്ന് പിന്തിരിഞ്ഞു നോക്കാനും എന്നിട്ട് അതിലെന്തെങ്കിലും കറക്റ്റ് ചെയ്തിട്ട് നേരായ വഴിക്ക് മുന്നോട്ട് പോകാനും സാധിക്കുമെങ്കിൽ അതാണ് നമ്മൾ എടുക്കേണ്ടത്. പൂവിൽ നിന്ന് തേനെടുക്കുന്ന ജീവികളും ഉണ്ട്, അതുപോലെ തന്നെ വിഷം ശേഖരിക്കുന്ന ജീവികളും ഉണ്ട്. അപ്പൊ പൂവിൽ നിന്ന് തേൻ ശേഖരിച്ച് നന്നായി മുന്നോട്ട് പോകാൻ നമുക്ക് പ്രാപ്തമാക്കുന്നതാണ് ഇത്തരം കലാപ്രവർത്തനങ്ങൾ എന്ന് തന്നെയാണ് കാണുന്നത്. മല്ലിക സുകുമാരൻ ഇപ്പോൾ ഈ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് മകന് പിന്തുണയുമായി രംഗത്തേക്ക് വന്നേക്കുന്ന കാഴ്ചയെ കണ്ടു. ഒപ്പം സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഏറ്റവും കരുത്തനായ നേതാവ്, അതുപോലുള്ള നേതാക്കളെയാണ് ആവശ്യം എന്നൊക്കെ സംസാരിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ടീച്ചർ ആ പ്രതികരണം കേട്ട് കാണും, എങ്ങനെയാണ് ടീച്ചർ അതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ശ്രീമതി മല്ലിക സുകുമാരന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു ചായ്വിനെ കുറിച്ച് കേരളത്തിലുള്ള എല്ലാവർക്കും അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അവര് ഇപ്പൊ ഈ ശബ്ദ സന്ദേശത്തിലടക്കം വിവിധ മാധ്യമങ്ങൾക്ക് കൊടുത്തതും അങ്ങനെ തന്നെയാണ്. പക്ഷെ അവരത് പറയുന്നത്, ഞാൻ എൻ്റെ മക്കളെ വിട്ടിരുന്നു ഒരു കാലത്ത് 6ലും 7ലും ഒക്കെ പഠിക്കുന്ന സമയത്ത്. അവർക്ക് സൂര്യ നമസ്കാരം ചെയ്യുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ഹെൽത്ത് ഫിറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ അത്തരം ആയോധന വിദ്യകളും അല്ലെങ്കിൽ എക്സസൈസും ഒക്കെ നല്ലതാണ് എന്ന് കണ്ടിട്ടാണ് അവർ വിട്ടത്. പക്ഷേ സംഘപരിവാറിന്റെ യഥാർത്ഥ രാഷ്ട്രീയ മുഖം അല്ലെങ്കിൽ അവരുടെ ആശയം എന്ന് പറയുന്നത് മനുഷ്യർക്കാകെ എതിരാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അതിന്റെ വെളിച്ചത്താണ് അവർക്ക് സ്വന്തം ജീവിതത്തിൽ അവര് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു പ്രത്യേക മതത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് ഈ സംഘപരിവാർ സംഘടനകൾ പ്രവർത്തിക്കുന്നത്. പക്ഷെ അവർ കൊല ചെയ്തിട്ടുള്ള ആളുകളുടെ നാമധേയങ്ങൾ നമ്മൾ നോക്കിയാൽ അവരെല്ലാം ഹിന്ദുമത വിശ്വാസികളായിരുന്നു. പക്ഷെ അവർ ചെയ്ത പ്രശ്നം എന്ന് വിചാരിച്ചാൽ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരുടെയും സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും വേണ്ടി അവർ എഴുതുകയും പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു എന്നതിന്റെ പേരിൽ മാത്രമാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ നീണ്ട നിര, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നരേന്ദ്ര ദാബോൽക്കറുടെയും അതുപോലെ തന്നെ പൻസാരയും ഗൗരി ലങ്കേഷ് വരെയുള്ളവർ, തമിഴ്നാട്ടിൽ പെരുമാൾ മുരുകനെതിരെ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ പേരുകൾ എടുത്താൽ ഈ ഹിന്ദുമത വിശ്വാസികൾ, അവര് മാന്യവും മര്യാദയായിട്ട് അന്തസ്സോടുകൂടി ജീവിക്കുന്ന ആളുകൾക്കെതിരെയാണ് ഈ പരിവാരങ്ങൾ ആക്രമവും അല്ലെങ്കിൽ കൊലയും ഒക്കെ ചെയ്യുന്നത്. അത്
കേരളത്തിലെ ഒരു അമ്മ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവര് പറഞ്ഞു അവര് തികച്ചും ഈശ്വര വിശ്വാസിയായിട്ടുള്ള, അവരെപ്പോഴും പറയുമ്പോഴും അവരിപ്പോ പറഞ്ഞിട്ടുള്ളത് അതെ അതെ എന്റെ മകനെയും ഈ നുണപ്രചരണങ്ങളെയും ഈശ്വരൻ രക്ഷിക്കട്ടെ, ഭഗവാൻ രക്ഷിക്കട്ടെ എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥ വിശ്വാസി ഒരിക്കലും ഹിന്ദുത്വത്തിന്റെ ഭാഗമാകില്ല. ഹിന്ദു മതത്തിന്റെ വിശ്വാസികളായിട്ടുള്ളവർ അവരൊക്കെ മനുഷ്യത്വത്തിന്റെ ഭാഗമാണ്. ആ മനുഷ്യത്വത്തെ ഇല്ലായ്മ ചെയ്ത് മനുഷ്യരെ പൈശാചികതയിലേക്ക് ഉയർത്തുന്ന, ആശയപരമായി ഉയർത്തുന്ന ഒരു പ്രവർത്തനമാണ് ഈ ഹിന്ദുത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ബോധ്യം ഈ മല്ലിക സുകുമാരൻ എന്ന് പറയുന്ന അമ്മയ്ക്കുണ്ടായിരിക്കുന്നു. ആ ബോധ്യം ഇന്ന് കുട്ടികളെ ഈ നിർവ്യാജമായി ഇത്തരം കളരിയിലേക്ക് വിടുന്ന അമ്മമാർ, കേരളത്തിലെ അമ്മമാർ എങ്കിലും ഇതൊന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കുകയും അവർ കാലയെ കൂട്ടി തിരിച്ചറിവുണ്ടാകുകയും ചെയ്യണം. മാത്രമല്ല, ഇത് ഏതെങ്കിലും ഒരു മതത്തിന്റെ തീവ്ര വിഭാഗം കൊണ്ടു നടക്കുന്ന ആശയമല്ല. എല്ലാ മതത്തിനിടയ്ക്കും ഇത്തരം മനുഷ്യർക്കെതിരെ പറയുന്ന, അല്ലെങ്കിൽ മനുഷ്യരെ വെറുക്കാൻ പഠിപ്പിക്കുന്ന, ഏത് മതത്തിന്റെ അടിസ്ഥാനത്തിലും മനുഷ്യരെ വെറുക്കാൻ പഠിപ്പിക്കുന്നവരൊക്കെ തന്നെ മനുഷ്യർക്കെതിരാണ്, ആ മതത്തിനുമെതിരാണ് എന്നുള്ള തിരിച്ചറിവ് കൂടി കേരളീയ ജനതയ്ക്കുണ്ട്. അതിൻ്റെ ഒരു ഭാഗം കൂടി ഇന്ന് തുറന്നു പറയാൻ ശ്രീമതി മല്ലിക സുകുമാരന് കഴിഞ്ഞു എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലൊരു ആശയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്നലെ വരെ നരേന്ദ്രമോദിയാണ് കരുത്തനായ നേതാവ് എന്ന് പറഞ്ഞ മല്ലിക സുകുമാരൻ പിണറായി വിജയനെ പോലുള്ള നേതാക്കളാണ് ഇവിടെ വേണ്ടത്. അതെന്താ കാരണം? നമ്മളിപ്പോ ഈ ഏറ്റവും അവസാനം ഈ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന വിവാദങ്ങളും സംവാദങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ, സംവാദം നല്ലതാ, വിവാദങ്ങൾ കൃത്യമായി സൃഷ്ടിക്കുന്ന ഒരു സംഭവ വികാസം കേരളത്തിൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മളറിയാതെ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഭയം അരിച്ചു കയറുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ, സിനിമ കാണാൻ പോയാൽ ആക്രമിക്കപ്പെടുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള ഒരു ഭയത്തോടു കൂടിയാണ് സിനിമാ തിയേറ്ററിൽ പോലും ഞങ്ങളൊക്കെ പോയത്, ഈ കേരളത്തിലായിട്ട് പോലും. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഭയം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൃത്യമായി സൃഷ്ടിക്കുകയാണ് കേരളത്തിൽ. അപ്പോൾ ഈ ഭയത്തിന് പകരം എന്താണ്? ഈ ഭയത്തിന് പകരം കൃത്യമായൊരു മറുപടിയാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത്. എന്ത് പറഞ്ഞു? പിണറായി വിജയൻ ഇനിയും അധികാരത്തിൽ വരണം. ശ്രീ പിണറായി വിജയൻ മൂന്നാമതും കേരളം ഭരിക്കണം. കാരണം അവരുടെ മനസ്സിലുള്ള ഭയത്തെ നീക്കാനുള്ള ഒരു മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയം ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനവും ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളതാണ് ശ്രീമതി മല്ലിക സുകുമാരനിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. അത് ഈ നാട്ടിലെ സമാധാനത്തോടു കൂടി സ്വസ്ഥമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ ആശയമാണ്. ടീച്ചർ തെഹൽക്കയിൽ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു. ഈ ബാബ ബജറംഗിയെ പറ്റി ഉള്ള അദ്ദേഹം നടത്തിയ ചില വെളിപ്പെടുത്തലുകളായിട്ട് ബന്ധപ്പെട്ട് ഭീകരമായിട്ടുള്ള പല പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ എന്താ ടീച്ചറിന് തോന്നിയത്? അതെ, സത്യം പറഞ്ഞാല് 2002 ഈ സംഭവം നടന്നതിന് ശേഷം തെഹൽക്ക ഈ രീതിയിലുള്ളൊരു വീഡിയോ പുറത്ത് വിട്ട അന്ന് ഞാനിത് കണ്ടിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോ വ്യാപകമായി എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇത് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോ എങ്ങനെയാണ് ഈ സംഘപരിവാര ശക്തികൾ അവരുടെ പ്രവർത്തനത്തിലൂടെ ഒരു മനുഷ്യന്റെ തലച്ചോറിനെ മൃഗീയമാക്കി എന്ന് പോലും പറയാൻ പറ്റില്ല. മൃഗങ്ങൾ പോലും അങ്ങനെ ചെയ്യുമെന്നറിയില്ല, അങ്ങനെ ചിന്തിക്കുമോ എന്നറിയില്ല. അത്തരത്തിലൊരു ചിന്താഗതിയിലേക്ക് ഈ മനുഷ്യനെ വളർത്തുന്നത് എങ്ങനെയാണെന്നുള്ള ഭയപ്പാടോടുകൂടിയാണ് ആ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അയാളോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ മുസ്ലിങ്ങളെയൊക്കെ കൊന്നപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു അനുഭവം ഉണ്ടായത്? അയാൾ പറയുന്നു, സ്ത്രീകളെ കൊല്ലുമ്പോൾ, മുസ്ലിം കുഞ്ഞുങ്ങളെ കൊല്ലുമ്പോൾ, അല്ലെങ്കിൽ പുരുഷന്മാരെ കൊല്ലുമ്പോൾ അയാൾക്ക് വളരെ സന്തോഷമാണ് തോന്നിയത്. അത് സന്തോഷത്തോടു കൂടി ഇത്രയും പേരെ കൊന്നല്ലോ എന്നുള്ള ആശ്വാസത്തോടു കൂടി ഉറങ്ങാൻ കഴിഞ്ഞു എന്നൊരു മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ ഈ തീവ്രവാദ മത സംവിധാനങ്ങൾ എത്രത്തോളം മാരകമാണ് നമ്മുടെ സമൂഹത്തിനും കുടുംബത്തിനും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ പുതിയ രാസലഹരിയൊക്കെ ഉണ്ടാക്കുന്നതുണ്ടല്ലോ, അതൊരു കുടുംബത്തിനകത്ത് 2-3 കുടുംബത്തിനകത്ത് വന്നപ്പോൾ തന്നെ നമ്മൾ വിജിലന്റായി അതിനെ പ്രതികരിച്ചു തുടങ്ങി. അതിനേക്കാളേറെ ജാഗ്രതയോടുകൂടി ഇത്തരം പ്രവർത്തനങ്ങളെ നമ്മൾ കാണുകയും ഈ മനുഷ്യന്റെ വാക്കുകളിൽ നിന്ന് തന്നെ എത്രയോ മൃഗീയമായിട്ടാണ് മനുഷ്യനോട് പെരുമാറാൻ പഠിപ്പിക്കുന്നത് എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. അത് മാത്രമല്ല, നരേന്ദ്രമോദിയുടെ പേര് അടക്കം പറയുന്നുണ്ട്. എല്ലാം ചെയ്താലും ഇതൊക്കെ രക്ഷിക്കാൻ ഞാനുണ്ട് എന്നുള്ള തരത്തിൽ എല്ലാ ഉറപ്പുകളും കൊടുക്കുന്ന ഒരു രാഷ്ട്രീയത്തെ എങ്ങനെയാണ് നാടിന് താങ്ങാൻ പറ്റുക? അപ്പൊ അതുകൂടിയും നമ്മളെ ഈ കാലത്ത് ഈ സിനിമ നമ്മളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇവർ മായ്ക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴായി ഇവരുടെ ഭാഗത്ത് നിന്ന് തന്നെ മനുഷ്യരെ കൊണ്ട് ഓർമ്മിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് ഇവരുടെ അത്തരത്തിൽ വേറൊരു ഭാഗത്ത് നന്ദിയുണ്ട്. ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളാണ്, ഇത്തരം ആശയങ്ങളാണ് കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പൊ സിനിമയായിട്ട് കാണാൻ സംഘപരിവാറിന് കഴിയട്ടെ എന്ന് പറയാം. വലിയ സന്തോഷം ടീച്ചർ നേരം ഞങ്ങളുമായിട്ട് കൂടിച്ചേർത്തായിരുന്നു.